शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितां च हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 2ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം. അവസാന ഭാഗങ്ങളിലെ ശ്ലോകങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു ബുദ്ധിയോഗത്തിന്റെ സഹായത്തോടുകൂടി എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ കൃത്രിമമായിട്ട് നിയന്ത്രിക്കുന്നതല്ല, സ്വാഭാവികമായിട്ട് ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി അതിന്റെ ആ ദിവ്യമായിട്ടുള്ള ശക്തിയിൽ ഉയർന്ന രുചി ലഭിക്കുന്നതോടുകൂടിയാണ് ഒരു വ്യക്തിക്ക് താഴ്ന്ന തരത്തിലുള്ള ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തതെ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. വിഷയാമി നിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തതെ. ഭഗവാന്റെ സേവനത്തിൽ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നത് ഉയർന്ന തരത്തിലുള്ള ഒരു രുചിയാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്. അങ്ങനെ ഭഗവത് സേവനത്തിൽ പ്രവർത്തിക്കും തോറും സ്വാഭാവികമായിട്ടും താഴ്ന്ന തരം പ്രവർത്തനങ്ങളൊക്കെ ഒരു വ്യക്തിയെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കൃത്രിമമായിട്ട് ഒരാൾക്കും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തി ബുദ്ധിമാനാണെങ്കിൽ പോലും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെയും ഇന്ദ്രിയങ്ങൾ അതിന്റെ ശക്തി കൊണ്ട് ആ വ്യക്തിയുടെ ബുദ്ധിയെ അപഹരിച്ചു കൊണ്ടുപോകുമെന്നും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യതദോഹ്യപി കൗന്ദേയ പുരുഷസ്യ വിഭശ്ചിത ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം ഹന. ഒരു വ്യക്തി വലിയ ജ്ഞാനിയാണ്, ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി. എന്നാൽ പോലും ആ വ്യക്തിക്ക് രക്ഷയില്ല. ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കാതെ, ഭഗവാന്റെ സേവനത്തിൽ പ്രവർത്തിക്കാതെ രക്ഷയില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ സേവനത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജ്ഞാനവും ആ വ്യക്തിയുടെ ബുദ്ധിശക്തിയും എല്ലാം ഇന്ദ്രിയങ്ങൾ എടുത്തുകൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മന. അത്രയ്ക്കും ശക്തിയുള്ളതാണ് ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ത്വര, ഇന്ദ്രിയങ്ങളുടെ ശക്തി എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്.
പക്ഷെ ആരാണോ ഭഗവാനെ പരമപുരുഷനായിട്ട് അംഗീകരിച്ച് ഭഗവാന്റെ സേവനത്തിൽ ഇരിക്കാൻ തയ്യാറായിട്ടുള്ളത്, അവർക്ക് ഇന്ദ്രിയങ്ങളെ വശത്തിലാക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ 61ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. മത്പര, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ സേവനത്തിന് തയ്യാറാകുന്ന വ്യക്തിയാണ് മത്പര എന്ന് വിളിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മത്പര ഭക്തന്റെ ഉദാഹരണം ശീലപ്രഭാതർ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആരുടേതാണ്? ആരുടെ ഉദാഹരണമാണ് പറഞ്ഞത്? ഹരിദാസ് ഠാക്കൂറിന്റെ ആണോ? ഹരേ കൃഷ്ണ. എല്ലാ ഇന്ദ്രിയങ്ങളെയും അദ്ദേഹത്തിന്റെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിൽ എങ്ങനെ അല്ലേ, അംബരീഷ മഹാരാജാവ് അദ്ദേഹത്തിന്റെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിൽ മുഴുകിച്ചു. അദ്ദേഹത്തിന്റെ കേൾവിശക്തി ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാന്റെ വിഗ്രഹം കാണുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ഘ്രാണശക്തി ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച പുഷ്പങ്ങൾ മണക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ പാദങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ കരങ്ങൾ ഭക്തന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും ക്ഷേത്രം ശുചീകരിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ശിരസ് ഭഗവാനെ നമസ്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അല്ലെ, അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ നാക്ക് ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നതിൽ, ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ഇത് ഭാഗവതത്തിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണമാണ്. തവൈ മനകൃഷ്ണപാദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാര അച്യുത സത്കഥോദയേ മുകുന്ദ ലിംഗാലയ ദർശനേ ദൃശോ തത്പ്രത്യഗാത്ര സ്പർശേ അംഗസംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യാ രചനാം തദർപ്പിതേ പാദോ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഋഷികേശ പദാഭിവന്ദനേ കാമം ച ദാസേന തു കാമകാമേയ. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. ഇങ്ങനെ ഒരു മത്പര ഭക്തനായി എല്ലാ ഇന്ദ്രിയങ്ങളെയും കൃത്രിമമായി നിയന്ത്രിക്കാതെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അംബരീഷ മഹാരാജാവ് നിയന്ത്രിച്ചു. അതാണ് ശരിയായിട്ടുള്ള ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ മാർഗം എന്നാണ് ഭഗവാൻ പറയുന്നത്. കൃത്രിമമായ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തുന്നതല്ല, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതാണ് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത്. യുക്തവൈരാഗ്യം എന്ന രൂപഗോസ്വാമി പറയുന്നത് ഇതിനെയാണ്. പ്രാപഞ്ചികതയാ ബുദ്ധ്യാ ഹരിസംബന്ധിന വസ്തുന മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗുഗദ്യതേ. ഒരു ജ്ഞാനി ഭൗതികമായിട്ടുള്ളതെല്ലാം മോശമാണ് എന്ന് വിചാരിച്ച് എല്ലാ വസ്തുക്കളെയും കൃത്രിമമായിട്ട് ഉപേക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ കൃത്രിമമായിട്ട് നമ്മൾക്ക് ഒന്നിനെയും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. എല്ലാം ഭഗവാന്റേതാണെന്ന് മനസ്സിലാക്കി. ഹരിസംബന്ധിന വസ്തു, എല്ലാം ഭഗവാന്റെ സ്വത്താണ്, എല്ലാം ഭഗവാന്റെ സമ്പത്താണ്. ആ സമ്പത്തിനെ ഭഗവാന്റെ സേവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എല്ലാം ഭഗവാന്റെ പാദത്തിന് സമർപ്പിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് യുക്തവൈരാഗ്യമായി. കൃത്രിമമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഒരാൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാതെ, ബുദ്ധിയോഗം സ്വീകരിക്കാതെ, മനസ്സിന്റെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്, ആ വ്യക്തിക്ക് എങ്ങനെയാണ് അധപ്പതനം ഉണ്ടാകുന്നത് എന്ന് വളരെ ക്രമമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് അടുത്ത 2 ശ്ലോകങ്ങളിൽ. 62, 63 ശ്ലോകങ്ങൾ. ഒരു വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണ് അധപ്പതിക്കുന്നത് എന്ന് വളരെ സയന്റിഫിക് ആയിട്ട് ഭഗവാൻ
നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധോ വിജായതേ. 63 ശ്ലോകത്തിൽ ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പൊ ഭഗവാന്റെ സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി എങ്ങനെയാണ് അധപ്പതിക്കുന്നത് എന്ന് വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾക്കതിൽ ആദ്യത്തെ ശ്ലോകം വായിച്ചു നോക്കാം. 62 ശ്ലോകം. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധോ വിജായതേ. അതുവരെ നമുക്ക് വായിക്കാം. 62 ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. എന്താണ് ശ്രീലപ്രഭുപാദൻ പറയുന്നത് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധോ അഭിജായതേ. വിവർത്തനം. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാകുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണാവബോധമില്ലാത്തവർ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഭൗതിക തൃഷ്ണയ്ക്ക് വശപ്പെടുന്നു. ഇന്ദ്രിയങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതീന്ദ്രിയ പ്രേമാത്മകമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ അവ തീർച്ചയായും ഭൗതികതയെ സേവിക്കാൻ തുടങ്ങും. ഈ ഭൗതിക ലോകത്തിൽ പരമശിവനും ബ്രഹ്മാവും സ്വർഗലോകവാസികളായ ദേവന്മാരുടെ കഥ പറയാനില്ല. ഉൾപ്പെടെ ഏവരും ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വശപ്പെട്ടവരാണ്. ഈ ജീവിത പ്രശ്നത്തിന് കൃഷ്ണാവബോധം ഉൾക്കൊള്ളുക മാത്രമേ പരിഹാരമുള്ളൂ. പരമശിവൻ സമാധിസ്ഥനായിരുന്നിട്ടും പാർവതി ദേവി അദ്ദേഹത്തിൽ ഇന്ദ്രിയ സുഖേച്ഛയെ ഉണർത്തുകയും തൽഫലമായി കാർത്തികേയൻ ജനിക്കുകയും ഉണ്ടായി. ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ യുവഭക്തനായിരുന്നപ്പോൾ മായാദേവിയുടെ അവതാരം പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും കൃഷ്ണ ഭഗവാനിലുള്ള കറയറ്റ ഭക്തി മൂലം ഹരിദാസൻ ആ പരീക്ഷണത്തിൽ നിഷ്പ്രയാസം വിജയിക്കുകയാണ് ഉണ്ടായത്. യമുനാചാര്യന്റെ മുമ്പ് ഉദ്ധരിച്ച പദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ ഹരേ കൃഷ്ണ. യമുനാചാര്യന്റെ മുമ്പ് ഉദ്ധരിച്ച പദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ ആത്മാർത്ഥതയുള്ള ഒരു ഭക്തൻ ഭഗവത് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ ആനന്ദം ആസ്വദിക്കുന്നതിനാൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും അവഗണിക്കുന്നു. അതത്രേ ഭക്തന്റെ വിജയരഹസ്യം. അതിനാൽ കൃഷ്ണാവബോധം ഉദിക്കാത്ത ഒരാൾ ഇന്ദ്രിയങ്ങളെ കൃത്രിമമായി നിരോധിക്കാൻ കരുത്തുറ്റവനായാലും ശരി, ഒടുവിൽ തോൽവി അടയുകയേയുള്ളൂ. ഇന്ദ്രിയ സുഖത്തെക്കുറിച്ചുള്ള ഒരു നേരിയ ചിന്ത പോലും അയാളെ അസ്വസ്ഥനാക്കി കാമപൂർത്തിയിലേക്ക് നയിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാമാനന്ദജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാവരുടെയും അവസ്ഥയാണ് എന്ന് ശ്രീലപ്രഭുപാദരുടെ വിശദീകരിക്കുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധോ വിജായതേ. എല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാവരും, 14 ലോകങ്ങളിലുള്ള വ്യക്തികൾ പോലും ബ്രഹ്മാവ് പോലും ഈ ഭൗതിക ലോകത്തിലെ വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരേ ഒരു അവസരം മനുഷ്യജന്മമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഈ ഒരു വിഷയ ചിന്തയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കില്ല. അവരെല്ലാവരും ചിന്തിക്കുന്നത് ഇന്ദ്രിയങ്ങളെക്കുറിച്ചും ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ചും ശരീരത്തിനെ കുറിച്ചും മാത്രമാണ്. അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ മാത്രമേ മറ്റ് ശരീരങ്ങളിൽ സാധിക്കൂ. പക്ഷേ വ്യക്തിക്ക് മനുഷ്യ ശരീരം മാത്രം ആ വ്യക്തിക്ക് ഈ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് പുറത്തു കടക്കുന്നത്? പുറത്തു കടന്നിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സാധാരണഗതിയിൽ ഒരു വ്യക്തി
വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. ധ്യായതോ വിഷയാൻ പുംസ. ഏതെങ്കിലും ഒരു ഭൗതിക വിഷയത്തിനെ കുറിച്ചായിരിക്കും എപ്പോഴും മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സംഘസ്തേഷോപജായതേ. ഒരേ വിഷയത്തിനെ കുറിച്ച് നിരന്തരം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ വിഷയത്തിനോട് ഒരു പ്രത്യേക മമത്വം ഉണ്ടാകും, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അല്ലെ, അതിനാണ് സംഘം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് നിരന്തരം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും, സംഘം. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. രാവണൻ സീതാദേവിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, അല്ലെ? ശൂർപ്പണഖ വന്ന് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ സീതാദേവി വളരെ സുന്ദരിയാണ്, അല്ലെ, നിന്റെ ഭാര്യയാക്കാൻ പറ്റിയ വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഹരേ കൃഷ്ണ, സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. കേൾക്കാനുണ്ടോ? നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണം എന്താണ്? കുറവുണ്ട് സൗണ്ട് നോർമലി വെച്ച് നോക്കുമ്പോൾ. എനിക്ക് പൊതുവെ സൗണ്ട് കുറവാണ്. ഇപ്പോൾ സുഖമില്ലായിരുന്നു കുറച്ചത്. മോദാജിന്റെ ഫോണ് സൗണ്ട് കൂട്ടാൻ പറ്റുമോ നോക്കി നോക്കാം മോദാജ്. യെസ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും, അത് എന്റേതാണ് എന്നുള്ളൊരു ചിന്തയുണ്ടാകും. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് എന്തിലാണ്? വിഷയധ്യാനത്തിലാണ്. ആദ്യം നമ്മൾ ആ ഒരു വിഷയത്തിനെ കുറിച്ച് കേൾക്കും, അല്ലെങ്കിൽ നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴാണ് വിഷയധ്യാനം ഉണ്ടാകുന്നത്. രാവണൻ സീതാദേവിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ശൂർപ്പണഖ സീതാദേവിയെ കുറിച്ച് വർണ്ണിച്ചു കൊടുത്തതിന് ശേഷം ശൂർപ്പണഖ പറഞ്ഞു കൊടുത്തു സീതാദേവിയെ കുറിച്ച്. അപ്പോൾ ആ സമയത്ത് സീതാദേവിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, എന്റെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. അതിനാണ് സംഘം എന്ന് പറയുന്നത്. നമ്മൾക്കും ഉണ്ടാകും. ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് നിരന്തരം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു കാറിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആ കാറ് ഫെസിലിറ്റീസിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന് തോന്നും. ആ ഒരു ടെക്നിക്കാണ് എല്ലാ പരസ്യ കമ്പനികളും ഉപയോഗിക്കുന്നത്. നിരന്തരം നമ്മളോട് ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു തരും. ഏതെങ്കിലും ഒരു വിഷയം, കാറാകട്ടെ, ഫ്രിഡ്ജാകട്ടെ, TV ആകട്ടെ, നമ്മള് വാങ്ങണം, നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കണം എന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ചിത്രങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾക്ക് വിഷയധ്യാനം ഉണ്ടാകും. ഓ, അത് നല്ലതാണ്, അത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് വിഷയധ്യാനം. പിന്നീട് അതിനോടൊരു മമത്വം ഉണ്ടാകും. ഓ, അതെന്റേത് തന്നെ ആക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. സംഘസ്തേഷുപജായതേ, സംഘമുണ്ടാകും. സംഘാത് സഞ്ജായതേ കാമ. സംഘം വളർന്ന് നിരന്തരം അതിനെക്കുറിച്ച് കേട്ട് നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് കാമമായിട്ട് മാറും. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കാനാവാത്ത ആഗ്രഹമാണ്. പിന്നെ എങ്ങനെങ്കിലും അതിനെ സ്വന്തമാക്കിയേ മതിയാവുള്ളൂ. എങ്ങനെങ്കിലും സ്വന്തമാക്കണം, അതാണ് കാമം. നിരന്തരം മനസ്സിൽ അതിനെ സ്വന്തമാക്കുന്നതായിട്ടും അത് ഉപയോഗിക്കുന്നതായിട്ടും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സ്വപ്നത്തിൽ കാണാം, അല്ലെങ്കിൽ നിരന്തരം ചിന്തിക്കും, അത് കിട്ടിയാൽ നല്ലതായിരുന്നു, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ന സൗകര്യമുണ്ട്, അല്ല അതില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നം, അല്ല അതുണ്ടായാൽ മാത്രമേ എൻ്റെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരമാവുള്ളൂ, അത് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ദുഃഖം എന്ന് പറഞ്ഞ് അതിന്റെ അഭാവം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയെത്തും. അതിനാണ് കാമം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അതിനെ സ്വന്തമാക്കണം. കാമാത് ക്രോധോഭിജായതേ. അതില്ലാത്തത് കൊണ്ട് വലിയ ദേഷ്യമുണ്ടാകും, അല്ലേ? അതെങ്ങനെങ്കിലും സ്വന്തമാക്കണം. അത് സ്വന്തമാക്കുന്നത് വരെ വലിയ ദേഷ്യമുണ്ടാകും, ക്രോധമുണ്ടാകും. ക്രോധത്തിന്റെ സ്റ്റെപ്പ് വരെ ഭഗവാൻ പറഞ്ഞു. പിന്നെ ക്രോധത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത ശ്ലോകത്തില്. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി എന്നാണ് പറയുന്നത്.
അത് നമുക്ക് നോക്കാം. 63-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി വായിക്കട്ടെ. ഗീതാ മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ക്രോധത്തിൽ നിന്ന് സമ്മോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയും ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. ഭാവാർത്ഥം: ശ്രീലരൂപ ഗോസ്വാമി ഇങ്ങനെ നിർദ്ദേശം തന്നിട്ടുണ്ട്. പ്രാപഞ്ചികതയാ ബുദ്ധിയാ ഹരിസംബന്ധി വസ്തുന മുമുക്ഷിഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗുഗത്യതേ. ഭക്തിരസാമൃത സിന്ധു 1.2.258. ഭഗവത് സേവനത്തിന് ഉപയുക്തമാകാത്തതായി ഒന്നും തന്നെ ഇല്ലെന്ന് കൃഷ്ണാവബോധത്തിന്റെ വികാസത്താൽ ഭക്തന് മനസ്സിലാവും. കൃഷ്ണാവബോധം എന്തെന്നറിയാത്തവനാണ് ഭൗതിക വിഷയങ്ങളിൽ നിന്നൊഴിയാൻ വേണ്ടി കൃത്രിമോപായങ്ങൾ തേടുന്നത്. ഫലമോ പ്രാപഞ്ചിക ബന്ധങ്ങളിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവർ പരിത്യാഗത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല. അവരുടെ നാമമാത്രമായ ഈ ത്യാഗത്തെ ഫൽഗു അഥവാ അപ്രധാനമായ വൈരാഗ്യം എന്ന് പറയുന്നു. കൃഷ്ണാവബോധമാർന്നയാൾക്കാകട്ടെ ഏതൊന്നിനെയും ഭഗവത് സേവനത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നറിയാം. അതുകൊണ്ട് അയാൾ ഭൗതികബോധത്തിന് അടിമയാകുന്നില്ല. ഉദാഹരണമായി, ഒരു അവ്യക്തിഗതവാദിക്ക് ഭഗവാൻ അഥവാ കേവല തത്വം അരൂപിയാകയാൽ ഭോക്താവല്ല. അതുകൊണ്ട് അയാൾ നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളെ ഉപേക്ഷിക്കാൻ യത്നിക്കും. മറിച്ച് കൃഷ്ണനാണ് സർവോത്തമനായ ആസ്വാദകനെന്നറിയുന്ന ഭക്തൻ വിശിഷ്ട ഭോജ്യങ്ങളെ ഭഗവാന് സമർപ്പിച്ച ശേഷം ഉച്ഛിഷ്ടമായത്, അതായത് പ്രസാദം കൈക്കൊള്ളുന്നു. ഇങ്ങനെ എല്ലാം ആത്മീയമായി തീരുന്നതുകൊണ്ട് പതനമാകുന്ന അപകട സാധ്യതയില്ല. ഭക്തൻ കൃഷ്ണാവബോധത്തോടെ പ്രസാദമുണ്ണുന്നു. മറ്റേയാൾ ഭൗതികമെന്ന് കരുതി അതിനെ ത്യജിക്കുന്നു. അങ്ങനെ അവ്യക്തിഗതവാദിക്ക്, ഈശ്വരന് രൂപമില്ല എന്ന് കരുതുന്നവർക്ക് കൃത്രിമമായ പരിത്യാഗം കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് ചെറിയൊരു മനോവിക്ഷോഭം മതി അയാളെ വീണ്ടും ഭൗതിക ജീവിതത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടാൻ. അങ്ങനെയുള്ള ഒരാത്മാവ് മുക്തിയോടടുത്ത സ്ഥാനത്തിലെത്തിയാൽ പോലും ഭക്തിഭരിതമായ സേവനത്തിന്റെ താങ്ങില്ലാത്തത് കൊണ്ട് വീണ്ടും താഴെ വീഴുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ അടുത്ത ഘട്ടങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നു. ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. വിഷയങ്ങളെ കുറിച്ച് വിഷയത്തിന്റെ അഭാവം എനിക്ക് സുഖം തരുന്നില്ല, അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സുഖം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തരത്തിൽ ക്രോധമുണ്ടാകും. ക്രോധാത് ഭവതി സമോഹം എന്ന് പറയുന്നത് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്, അല്ലെ? ശരിയായാലും വേണ്ടില്ല, തെറ്റായാലും വേണ്ടില്ല, ഞാൻ അതിനെ സ്വന്തമാക്കും. രാവണൻ സീതാദേവിയെ തെറ്റായ വഴിയിലൂടെ, അത് അധാർമികമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് അറിയാം, എന്നിട്ടും സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി. അത് സമൂഹാവസ്ഥയാണ്. സമൂഹത്തില് ശരിയും തെറ്റും ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. സമൂഹ സ്മൃതി വിഭ്രമം, ആ അവസ്ഥയിൽ സ്മൃതി വിഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിസ്മരിക്കുന്ന അവസ്ഥയാണ് സ്മൃതി വിഭ്രമം എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്മൃതിയൊക്കെ ഉണ്ടാവും, ഭൗതികമായിട്ടുള്ള സ്മൃതിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഭഗവാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും മറന്നുപോകും. ഞാൻ ഭഗവാനെ സേവിക്കേണ്ട വ്യക്തിയാണ്, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ് എന്നുള്ള കാര്യമൊക്കെ പൂർണ്ണമായിട്ടും അറിഞ്ഞ് ഞാൻ എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ് എന്നുള്ള ബോധത്തിലേക്ക് വീണുപോകും. അതിനാണ് സ്മൃതി വിഭ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് രാവണനോട് പലരും, മറ്റു പല ഭക്തന്മാരും, വിഭീഷണനും കുംഭകർണനും ഒക്കെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. സീതാദേവിയെ തട്ടിക്കൊണ്ടു വന്നത് ഒരിക്കലും ശരിയായില്ല, അദ്ദേഹം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പത്നിയാണ്,
ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് സീതാദേവിയെ തിരിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്തു. വിഭീഷണൻ, മറ്റു മന്ത്രിമാര്, അതേപോലെ കുംഭകർണൻ പോലും ഉപദേശിച്ചു. പക്ഷെ രാവണൻ അത് സ്വീകരിക്കാൻ സാധിച്ചില്ല. കാരണം സ്മൃതി വിഭ്രമം സംഭവിച്ചു, സമോഹവും സംഭവിച്ചു, സ്മൃതി വിഭ്രമവും സംഭവിച്ചു. അപ്പോൾ പിന്നെ ഭഗവാനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉള്ള ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. സ്മൃതി വിഭ്രമം, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശവും. പിന്നെ തിരിച്ച് ബുദ്ധിയോഗത്തിലേക്ക്, ഭഗവാന്റെ സേവനത്തിലേക്ക് വരാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതെല്ലാം എന്താണ്, അന്ധവിശ്വാസമാണ് എന്നുള്ള രീതിയിലേക്ക് വരും. ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്ന് ഭഗവാന്റെ സേവനത്തിൽ ഒരിക്കലും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. തിരിച്ചു കയറാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിപ്പോകും. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനമാണ്. ഭഗവാന്റെ സേവനത്തിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ സേവനം വിട്ട് ഞാൻ ശരീരമാണ്, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ് എന്നുള്ള രീതിയിൽ വീണുപോകും. അതിനാണ് പ്രണശ്യതി എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയായിട്ട് ഭഗവാൻ പറയുന്നത്. അത് ഇവിടെ ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സ്വാഭാവികമാണ്. എല്ലാവരും പ്രണശ്യതി സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അല്ല, ഇനി നമ്മൾ അങ്ങോട്ട് പ്രണശ്യതി ആകേണ്ട ആവശ്യമില്ല. പ്രണശ്യതി സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നു. ഇച്ഛാദ്വേഷ സമുദ്രേന ദ്വന്ദ്വമോഹേന ഭാരത. ഭഗവാനോട് വിദ്വേഷവും ഭഗവാനിൽ നിന്ന് വേറിട്ട് ആഗ്രഹം പുലർത്തുന്ന ജീവാത്മാക്കളാണ് സർഗേയാന്തി പരന്തത, ഈ സർഗത്തിലേക്ക്, ഈ ഭൗതിക സൃഷ്ടിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ എല്ലാവരും ആ പ്രണശ്യതി സ്റ്റേജിൽ തന്നെയാണുള്ളത്. ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും ബുദ്ധി നശിച്ച്, അതായത് ഭഗവാന്റെ സേവനം മറന്ന്, ഭഗവാനെ തന്നെ മറന്ന് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത് ഏതെങ്കിലും ഒരു വിഷയധ്യാനത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഇത് എല്ലാ ജന്മങ്ങളിലും തുടർന്നുകൊണ്ടേയിരിക്കും. ആ പ്രണശ്യതി അവസ്ഥയിലൂടെ ഒരു വ്യക്തി പോയിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഭക്തന്റെ, ശുദ്ധഭക്തന്റെ അനുഗ്രഹം കൊണ്ടാണ് വീണ്ടും തിരിച്ച് ഈ ബുദ്ധിയോഗം മനുഷ്യന് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ആ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ പ്രണശ്യതി എന്നുള്ള അവസ്ഥയിൽ നിന്ന് തിരിച്ചു കയറുന്നത് എങ്ങനെയാണ്? അതിന്റെ സൊല്യൂഷനാണ് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുള്ളത്. കൃത്രിമമായിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെയല്ല, പ്രാപഞ്ചികതയാ ബുദ്ധ്യാ ഹരിസംബന്ധി വസ്തുന മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കഥ്യത. പലരും പല രീതിയിലും ഈ ഒരു ബദ്ധാവസ്ഥയിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടി ശ്രമിക്കും. ഭൗതികത മോശമാണ് എന്ന് പലർക്കും മനസ്സിലാവും, എക്സ്പീരിയൻസിലൂടെ മനസ്സിലാവും, അല്ലെങ്കിൽ ജ്ഞാനത്തിലൂടെ മനസ്സിലാവും. ഇതല്ല യഥാർത്ഥ എൻ്റെ അവസ്ഥ, ഇത് ദുഃഖകരമാണ്, ഭൗതിക ലോകം അത്ര സുഖമുള്ള ഒരു അവസ്ഥയല്ല എന്ന് മനസ്സിലായി പല കൃത്രിമ മാർഗത്തിലൂടെ പുറത്തു കടക്കാൻ ശ്രമിക്കും. അതിനെയാണ് ഇവിടെ രൂപഗോസ്വാമി വൈരാഗ്യം ഫൽഗുഗദ്ധ്യതേ, ഫൽഗു വൈരാഗ്യം എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു വൈരാഗ്യമല്ല. അതിലൂടെ നമ്മൾക്ക് പുറത്തു കടക്കാനും സാധിക്കുകയില്ല. കാരണം എന്താണ്? ഒരുപാട് കാലത്തെ പരിശ്രമത്തിന് ശേഷവും ചെറിയൊരു ഇന്ദ്രിയ വിഷയത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് വരും. അപ്പോൾ അതിനുള്ള പോംവഴി എന്താണ് പറയുന്നത്? ഭഗവാന്റെ സമ്പത്താണ് ഈ ലോകം മുഴുവൻ. അതുകൊണ്ട് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഈ ലോകത്തിലുള്ള വസ്തുക്കളെ ഉപയോഗിക്കാം. ഭഗവാന്റെ ഊർജം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് യഥാർത്ഥ വൈരാഗ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ സീതാദേവിയെ സ്വന്തം ആക്കി സ്വയം ആസ്വദിക്കണം എന്ന് രാവണൻ ചിന്തിച്ചു. അത് ഭഗവാനിൽ നിന്ന് വേറിട്ടിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. സീതാദേവി ഭഗവാന്റേതാണ് എന്ന് മറന്നുപോയത് കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്. പക്ഷെ ഹനുമാനും അതേ സീതാദേവിയെ കുറിച്ച് തന്നെ ചിന്തിച്ചു. അതെ, ഹനുമാനും അതേ സീതാദേവിയെ കുറിച്ച് തന്നെ ചിന്തിച്ചു. രണ്ടുപേരും ചിന്തിച്ചത് ഒരേ വ്യക്തിയെ കുറിച്ചാണ്. പക്ഷെ ഒരാൾ ഭക്തനായിട്ട് മാറി, ഒരാള് അസുരനായിട്ട് മാറി.
അപ്പൊ എന്താണ് ആ ചിന്തയിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് ഒരാൾ ഭക്തനായി മാറിയതും ഒരാൾ അസുരനായിട്ട് മാറിയതും? രാവണൻ സീതാദേവിയെ സ്വന്തമാക്കണമെന്ന് കരുതി വിചാരിച്ചു. ഹനുമാൻ സീതാദേവി ഭഗവാന്റെ ആണെന്നുള്ള വിശ്വാസത്തില് അമ്മയായിട്ട് കരുതി. ഹനുമാന്റെ ചിന്താഗതിയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹരിസംബന്ധി വസ്തുന. അത് ഹരിസംബന്ധി വസ്തുവാണ്, അത് ഭഗവാന്റെ സ്വത്താണ്. ഇത് മറക്കുന്നതാണ് ആ പ്രശ്നം. എല്ലാം ഭഗവാന്റെ സ്വത്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നമ്മള് ശരിയായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് വരും. പക്ഷെ ഭഗവാന്റെ സ്വത്താണ് എന്ന് മറക്കുന്നതാണ് പ്രശ്നം. ഈശാവാസ്യം ഇതം സർവം എന്ന് വേദങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നു. എല്ലാ വസ്തുക്കളും ഈശ്വരന്റെ സ്വത്താണ്. അത് നമ്മൾക്ക് ഉപയോഗിക്കാം. നമ്മൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാം. തേന തെക്തേന മുൻജീത മാകൃത കസ്യസിദ്ധനം. ഭഗവാന് സമർപ്പിച്ച് നമ്മൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത് നമ്മൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഭഗവാന്റെ സ്വത്താണെന്ന് മറന്ന് ഇതെല്ലാം എന്റേതാക്കണം, ഇതെല്ലാം എന്റേതാണ് എന്നുള്ള ഭാവത്തിൽ വരുന്ന സമയത്താണ് വിഷയത്തിൽ കുടുങ്ങിപ്പോകുന്നത്. യജ്ഞാത്ത കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന അടുത്ത അധ്യായത്തിൽ പറഞ്ഞു തരുന്നു. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം മറക്കുന്നത് കൊണ്ട് മാത്രമാണ് കർമ്മബന്ധനം ഉണ്ടാകുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിയും സീതാദേവിയെ കുറിച്ച് ചിന്തിച്ചു. ആ സീതാദേവി ശ്രീരാമന്റേതാണ്. തിരിച്ച് സീതാദേവിയെ ശ്രീരാമ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് എന്റെ ചുമതല. അതെന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ പ്രവർത്തിക്കണം, ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് വിചാരിച്ച് ഹനുമാൻ പ്രവർത്തിച്ചു. രണ്ടുപേരും പ്രവർത്തിച്ചത് സീതാദേവിക്ക് വേണ്ടിയാണ്. രാവണൻ പ്രവർത്തിച്ചതും സീതാദേവിക്ക് വേണ്ടി, ഹനുമാൻ പ്രവർത്തിച്ചതും സീതാദേവിക്ക് വേണ്ടി, അല്ലേ? പക്ഷേ രാവണന് അത് എന്റെ സ്വന്തമാക്കണം എന്നുള്ള ബോധ്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഹനുമാൻ പ്രവർത്തിച്ചത് അദ്ദേഹം സീതാദേവി ഭഗവാന്റേതാണ്, അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് തിരിച്ചേൽപ്പിക്കണം, ഭഗവാന് സമർപ്പിക്കണം എന്നുള്ള ഭാവത്തിലാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് രണ്ടുപേരും ഒരേ പ്രവർത്തനം ചെയ്തു. ഒരേ വസ്തുവിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരേ വ്യക്തിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. പക്ഷെ പ്രവർത്തനത്തിന്റെ ബോധത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. ആ ഒരു പ്രവർത്തനത്തിനാണ് ഇവിടെ യഥാർത്ഥ വൈരാഗ്യം എന്നത്. ഹരിസംബന്ധിന വസ്തു. ഒരു വസ്തുവിനെ നമുക്ക് കൃത്രിമമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ച് ഞാൻ അങ്ങനെ ധ്യാനിച്ചിരിക്കാം, അനങ്ങാണ്ടിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്രിമമാണ്. അങ്ങനെ ഒന്നും നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ല, നമ്മൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് എല്ലാ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ പ്രവർത്തനത്തിലേക്ക് എന്ത് വേണം? ഭഗവാന് സമർപ്പിക്കാൻ പറ്റുന്ന പ്രവർത്തനമായിട്ട് നമ്മൾ മാറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളെ ഒന്നും ബന്ധിക്കുന്നില്ല. പക്ഷെ ഭഗവാനിൽ നിന്ന് വേറിട്ട് ഭഗവാനെ മറന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അതാണ് യുക്തവൈരാഗ്യം. ആ യുക്തവൈരാഗ്യത്തിനെ കുറിച്ചാണ് ഇവിടെ ശ്രീലപ്രഭാകർ വിശദീകരിച്ചത്. അപ്പൊ ഈ ബുദ്ധിനാശ പ്രണശ്യതി എന്നുള്ള സ്റ്റേജിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ യുക്തവൈരാഗ്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഭഗവാന്റേതാണ്, ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം അതിൽ നമ്മൾക്ക് എന്താണോ നമ്മുടെ വിഹിതമായിട്ടുള്ളത് അത് ഭഗവാന്റെ പ്രസാദമായിട്ട് നമ്മൾക്ക് സ്വീകരിക്കാം. ആ പ്രസാദം ഒരിക്കലും നമ്മളെ ബന്ധിപ്പിക്കുന്നതല്ല, അത് നമ്മളെ ഉയർത്തുന്നതാണ്, നമ്മളെ മോചനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വൈഷ്ണവ സിദ്ധാന്തത്തിൽ ഒരിക്കലും കൃത്രിമമായിട്ട് നമ്മളോട് ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ ഉപേക്ഷിക്കാൻ പറയുന്നത്. ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ ഉപേക്ഷിക്കാനല്ല പറയുന്നത്, ഇന്ദ്രിയങ്ങളെ യുക്തമായിട്ട് ഭഗവാന്റെ സേവനവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രവർത്തിപ്പിക്കാനാണ് പറയുന്നത്. അതിന്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം ശ്രീലപ്രഭാതർ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാനെ അംഗീകരിക്കാത്തവർ ഭക്ഷണം പോലും ഭൗതികമാണ് എന്ന് കരുതി അതിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കും, അല്ലെ? ഭക്ഷണം ഒക്കെ ഭൗതികമാണ്, ആത്മീയമായിട്ട് ഉയരുന്നവർ അതൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് കൃത്രിമമായിട്ട് ഭക്ഷണമൊക്കെ ഉപേക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ ഉള്ളിൽ അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടാകും, അത് കഴിക്കാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാകും.
ആ ഒരു ആഗ്രഹം ഇല്ലാതാകുന്നില്ല. കൃത്രിമമായിട്ട് ഉപേക്ഷിച്ചിരിക്കുന്ന സമയത്തും എന്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? ആ ഉപേക്ഷിച്ച വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മനസ്സ് വീണ്ടും പ്രവർത്തിക്കും. മനസ്സ് ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിനു പകരം ഭക്തൻ എന്ത് ചെയ്യും? ഭഗവാനാണ് ആ ഭക്ഷണത്തിന്റെ ഭോക്താവ്, അദ്ദേഹമാണ് ആസ്വാദകൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാം, ഭഗവാന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഭഗവാന് കൊടുത്ത് അതിന്റെ ആ യജ്ഞശിഷ്ടം, ഭഗവാന് കൊടുത്തതിന്റെ നിവേദ്യം അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായി? ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുവായി. പിന്നെ ആ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഭക്ഷണമല്ല, അത് ഭഗവാനുമായി ബന്ധപ്പെട്ട യുക്താഹാരം. ഭഗവാൻ പറയുന്നുണ്ട് യുക്താഹാര വിഹാരം, ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തതായി. ഭഗവാനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സുഖമായിട്ട് ഭക്തൻ ഭക്ഷണമൊക്കെ കഴിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, ഭഗവാനെ നിവേദിച്ച പ്രസാദം സുഖമായിട്ട് കഴിച്ചു, ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ കുറിച്ച് കേട്ട്, ഭഗവാനെ കുറിച്ച് സംസാരിച്ച്, അങ്ങനെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഭക്തി സേവനത്തില് മുന്നോട്ട് പോകാൻ. കൃത്രിമമായിട്ട് നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ താഴോട്ട് വീണ് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ശാസ്ത്രം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കും, അല്ലാത്ത പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മളെ ബന്ധിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു കാര്യം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം പുറത്തു കടക്കുന്നത്? ഭൗതികമായിട്ടുള്ള കുടുക്കുകളിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കടക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ വായിച്ച 2 ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം സമയമുണ്ടെങ്കിൽ വായിക്കാം.